ഹായ് ഫ്രണ്ട്സ്, എവർക്കും സൈലന്റ് ബീസുടെ യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഏതൊരു പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും കേരള PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ആണ് വേദികൾ. അപ്പൊ വാരി വലിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത്, ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖല, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഇത്രയും വേദികൾ പഠിച്ചിട്ട് വേണം അടുത്തൊരു വേദിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട്. ഇത്രയും പഠിച്ചിട്ട് മാത്രമേ അടുത്തൊരു വേദി നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, പഠിക്കാവുള്ളൂ. അത്ര റിലവന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ലോക ചാമ്പ്യൻഷിപ്പ്, ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചാൽ പറയണം. നമുക്കറിയാം, അത് സിംഗപ്പൂരാണ് അല്ലെ. സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആ ചെസ് ചാമ്പ്യൻഷിപ്പിൽ താരമായി മാറുന്നു, വിജയിയായി മാറുന്നു നമ്മുടെ സ്വന്തം ഡി ഗുകേഷ്. ഡി ഗുകേഷിനെ പറ്റി പറയാതെ പോകാൻ നമുക്ക് കഴിയത്തില്ല. അപ്പൊ ഡി ഗുകേഷ് ആണ് ലോക ചാമ്പ്യൻ, ലോക ചെസ് ചാമ്പ്യനായി മാറുന്നു നമ്മുടെ സ്വന്തം ഡി ഗുകേഷ്. ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഡി ഗുകേഷ് ലോക ചാമ്പ്യനായി മാറുന്നത്? ഡിങ് ലിറൻ, ചൈനയുടെ ഡിങ് ലിറനെയാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അങ്ങനെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 18ാമത്തെ ജേതാവായി, അല്ലെങ്കിൽ 18ാമത് ലോക ചെസ് ചാമ്പ്യനായി ഈ പറയപ്പെടുന്ന ഡി ഗുകേഷ് മാറുന്നു. അതുപോലെ തന്നെ പറയണം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനാണ് നമ്മുടെ ഡി ഗുകേഷ്. ദ യങ്ങസ്റ്റ് വേൾഡ് ചെസ് ചാമ്പ്യനായി ആര് മാറി? നമ്മുടെ ഡി ഗുകേഷ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ പറയേണ്ടത്, ഇതിനു മുൻപ് ഈ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത് നമ്മുടെ സ്വന്തം വിശ്വനാഥൻ ആനന്ദാണ് അല്ലെ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരമായി ആര് മാറി? ഡി ഗുകേഷ് മാറുന്നുണ്ട്. അപ്പൊ വിശ്വനാഥൻ ആനന്ദ്, ദ ലൈറ്റ്നിങ് കിഡ് എന്നറിയപ്പെടുന്ന വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് കിരീടം നേടുന്ന ഇന്ത്യൻ താരമായി നമ്മുടെ ഡി ഗുകേഷ് മാറുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വദേശം തമിഴ്നാടാണ്. അദ്ദേഹത്തിന് ഇത്തവണ ഖേൽരത്ന പുരസ്കാരം നൽകി. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം, ഇന്ത്യയുടെ പരമോന്നതമായ കായിക ബഹുമതിയായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഡി ഗുകേഷിനെ തേടി എത്തുന്നുണ്ട്. അതോടുകൂടി ഒരു നേട്ടം കൂടി അദ്ദേഹം കരസ്ഥമാക്കുന്നു. ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ, അപ്പൊ ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെ? നമ്മുടെ ഡി ഗുകേഷ് തന്നെയാണ് എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം. അപ്പൊ വേദി ഒന്നുകൂടെ പറയാണ്, സിംഗപ്പൂരായിരുന്നു ഇത്തവണത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. സെറ്റ് അല്ലേ? അടുത്തതിലോട്ട് പോവാം. അങ്ങനെയെങ്കിൽ ചെസ് ഒളിമ്പിയാഡ് 2024 നടന്ന 45ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ പണം അത് ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. അപ്പൊ 2024 45ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി ചോദിച്ചാൽ പറഞ്ഞ എവിടെയാടാ? അത് ബുഡാപെസ്റ്റ്, ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ 2026 46ാമത് ചെസ് ഒളിമ്പിയാഡ്, ഇനി വരാനിരിക്കുന്ന 46ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി എവിടെ? താഷ്കന്റ്, ഉസ്ബെക്കിസ്ഥാൻ. അപ്പോ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ വെച്ചിട്ടാണ് ഇനി വരാനിരിക്കുന്ന 2026 46ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി. താഷ്കന്റ്, ഉസ്ബെക്കിസ്ഥാൻ, താഷ്കന്റ്, ഉസ്ബെക്കിസ്ഥാൻ. അങ്ങനെയെങ്കിൽ അടുത്ത സെഗ്മെന്റിലേക്ക് പറയാം. ഇതുവരെ നമ്മൾ പറഞ്ഞ ചെസ്സുമായി ബന്ധപ്പെട്ട വേദികളാണ് പ്രധാനപ്പെട്ട വേദികൾ. ഇനി അടുത്ത് നമ്മൾ പറയേണ്ടത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. 2023 ഏറ്റവും ഒടുവിലായിട്ട് നടന്നത്. 2023 അന്ന് എവിടെയായിരുന്നു വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. അപ്പൊ 45ാമത് ചെസ് ഒളിമ്പിയാഡും 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ഇത് നടക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ചിട്ടാണ്. ഇനി 2 കൊല്ലം കഴിഞ്ഞ് ഇക്കൊല്ലം 2025 ഇക്കൊല്ലം വരാനിരിക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ അത് ടോക്കിയോ, ജപ്പാൻ. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ടോക്കിയോ, ജപ്പാൻ എന്ന കാര്യം ഓർത്തു വെക്കാം. സെറ്റ് ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്തതിലോട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ നോക്കണേ, കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് വേദികളാണ്. 2024 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ പറയുന്നത് കൊല്ലമാണ്. അപ്പൊ 2024 ഇറങ്ങിയേറിയ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം. ഈ 62ാമത് സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യനായി മാറുന്ന, അല്ലെങ്കിൽ ചാമ്പ്യന്മാരായത് ആര്, വിജയികളായി മാറിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരാണ്. കണ്ണൂരാണ്. അപ്പോ 2024 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവായി മാറുന്നത് കണ്ണൂരാണ്. വേദി കൊല്ലമാണ്. അങ്ങനെയെങ്കിൽ 2025
2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമാണ്. അപ്പൊ 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരമാണ്. അവിടെ വിജയികളായി മാറി. കഴിഞ്ഞ ജനുവരി മാസം നടക്കുന്നു, ഫെബ്രുവരി മാസം നടക്കുന്നു. അവിടെ 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുന്നു. അവിടെ വിജയികളായി മാറിയത് തൃശ്ശൂരാണ്. അവിടെ വിജയികളായി മാറിയത് ആരാണ്? തൃശ്ശൂർ ജില്ലക്കാരാണ് വിജയികളായി മാറുന്നത്. അപ്പൊ 62ാമത് വിജയികൾ കണ്ണൂരും 63ാമത് 62, 63 പ്രത്യേകം ശ്രദ്ധിച്ചോണം. 2024 62ാമത്, 2025 63ാമത്. ആ സംഖ്യ പ്രത്യേകം ഓർത്തോണം, ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക. അപ്പൊ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് വെച്ച് നടക്കുന്നു. അവിടെ വിജയിച്ചത് കണ്ണൂരാണ്. എന്നാൽ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുന്നു. അവിടെ വിജയികളായി മാറിയതാരാ? തൃശ്ശൂരാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ്, ഇതിനെയാണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതിനെ റീനെയിം ചെയ്തു. ആദ്യം കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് ഇതിന് നാമകരണമാണ് നൽകിയിരുന്നത്. എന്നാൽ അത് ഒളിമ്പിക്സിന്റെ ഒരു ഇത് കിടക്കുന്നത് കൊണ്ട് അത് പിന്നീട് സർക്കാർ എന്ത് ചെയ്തു? വിദ്യാഭ്യാസ വകുപ്പ് അതിന്റെ പേര് എന്തെന്നാക്കി. ഇപ്പൊ നിലവിൽ സ്കൂൾ സ്പോർട്സ് മീറ്റ്. ഇപ്പൊ ആരെങ്കിലും ഓർത്ത് സ്കൂൾ ഒളിമ്പിക്സ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, സ്കൂൾ ഒളിമ്പിക്സ് തന്നെയാണ്. പക്ഷെ അതിന്റെ പേര് മാറ്റി. സ്കൂൾ ഒളിമ്പിക്സ് ആയിരുന്നു നൽകിയിരുന്നത്, അത് മാറ്റി നിലവിൽ അറിയപ്പെടുന്നത് കേരള സ്പോർട്സ് മീറ്റ് 2024 എന്ന പേരിലാണ്. കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് 2024 വേദി കൊച്ചിയാണ്. അവിടെ വിജയികളായി മാറിയത് തിരുവനന്തപുരമാണ്. അപ്പോ 2024 നടന്ന നവംബർ മാസമാണ് നടക്കുന്നത്. അപ്പൊ 2024 നടന്ന കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് 2024 വേദി കൊച്ചി. അവിടെ ഓവറോൾ ചാമ്പ്യന്മാരായി മാറുന്നത് തിരുവനന്തപുരമാണെന്ന കാര്യം ഓർത്തു വെക്കാം. അങ്ങനെയെങ്കിൽ 2024 കേരള ശാസ്ത്ര കോൺഗ്രസ്, 2024 കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ്. അപ്പൊ 2024 കേരള സയൻസ് കോൺഗ്രസ്, കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കാസർഗോഡ് ജില്ലയാണ്. അങ്ങനെയെങ്കിൽ 2023 ഇവിടെ തന്നെ കണക്ട് ചെയ്ത് പറയാ, 2023 അരങ്ങേറിയ 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്, 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെ? നാഗ്പൂരാണ്. അപ്പൊ 2023 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ പറഞ്ഞു എവിടെയാടാ? അത് നാഗ്പൂർ, വിച്ച് ഈസ് ഇൻ മഹാരാഷ്ട്ര. അപ്പൊ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ചിട്ടാണ് 2023 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അരങ്ങേറുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും കേരളത്തിലേക്ക് വരാം. 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം. ഈ ട്രാൻസ്ജെൻഡർ കലോത്സവം അറിയപ്പെടുന്ന കോമൺ നെയിം വർണ്ണപ്പകിട്ട്, അതിന്റെ ഒഫീഷ്യൽ നെയിം വർണ്ണപ്പകിട്ട് എന്ന പേരിലാണ്. കാലാകാലങ്ങളായി ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ വർണ്ണപ്പകിട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് 2024 നടന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2024 വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2024 വേദി തൃശ്ശൂരാണെന്ന കാര്യം ഓർത്തു വെക്കാം. സെറ്റാണ്, ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ അടുത്ത പോലെ നോക്കി, 2024 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. അപ്പൊ 2024 അരങ്ങേറിയ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. അവിടെ വിജയികളായി മാറിയത് ആരാണ്? മഹാരാഷ്ട്രയാണ്. അവിടെ വിജയികളായി മാറിയത് മഹാരാഷ്ട്ര. അങ്ങനെയെങ്കിൽ 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഓർക്കണേ, കണക്ട് ചെയ്യാം. അപ്പൊ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് തമിഴ്നാട്ടിലും. അങ്ങനെയെങ്കിൽ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെ? ലഡാക്ക് ആൻഡ് ഗുൽമാർഗ്. അപ്പൊ ലഡാക്കിലും ഗുൽമാർഗിലും വെച്ചിട്ടാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് അരങ്ങേറുന്നത്. അപ്പൊ 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ലഡാക്ക് ആൻഡ് ഗുൽമാർഗ് എന്ന കാര്യം ഓർത്തു വെക്കാം. അങ്ങനെയെങ്കിൽ 2025 അരങ്ങേറിയ 38ാമത് ദേശീയ ഗെയിംസ്, 38th നാഷണൽ ഗെയിംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ 2025 അരങ്ങേറിയ 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്നത്. അവിടെ വിജയികളായി മാറിയത് സർവീസസ് ആണ്. അപ്പോ 2025 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. അവിടെ വിജയികളായി മാറിയത് സർവീസസ് ആണ്. അങ്ങനെയെങ്കിൽ 2025 നടന്ന പ്രഥമ കൊക്കോ ലോകകപ്പ്, ഈ കഴിഞ്ഞ ജനുവരി 19 നടക്കുന്ന ഫൈനല്, ജനുവരി 19 ഫൈനൽ നടന്ന പ്രഥമ കൊക്കോ ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. പ്രഥമ കൊക്കോ ലോകകപ്പിന്റെ വേദി ഇന്ത്യ. പുരുഷ വിഭാഗം ജേതാവും വനിതാ വിഭാഗം ജേതാവും രണ്ടും ഇന്ത്യയാണ്. ജനുവരി മാസം 19 ഫൈനൽ നടന്നത്. പുരുഷന്മാര് മത്സരിക്കുന്നു, വനിതകൾ മത്സരിക്കുന്നു, ഫൈനലിലെത്തുന്നു. ഫൈനലില് രണ്ട് ടീമുകളും ഒരു ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിജയിക്കുന്നത്. രണ്ടുപേരും, പുരുഷ ടീമും അതുപോലെ തന്നെ വനിതാ ടീമും
നേപ്പാളിനെയാണ് ഡിഫെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പുരുഷ ടീമും വനിതാ ടീമും കപ്പടിക്കുന്നത്. അപ്പൊ 2020 പ്രഥമ കൊക്കോ ലോകകപ്പിൽ പുരുഷ വിഭാഗം ജേതാവ് ഇന്ത്യ, വനിതാ വിഭാഗം ജേതാവ് ഇന്ത്യ. കളി നടന്നത് എവിടെ? ഇന്ത്യ. എല്ലാം ഇന്ത്യ തന്നെ. ആരെ പരാജയപ്പെടുത്തി? നേപ്പാളിനെ പരാജയപ്പെടുത്തി എന്ന കാര്യം അവിടെ ഓർത്തു വെക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തോട്ട് പോവാം. അണ്ടർ 19 ലോകകപ്പ്. അപ്പൊ 2024 ഇറങ്ങിയ 19 വയസ്സിന് താഴെയുള്ളവരുടെ അണ്ടർ 19 വേൾഡ് കപ്പ് നടക്കുക 2 വർഷത്തിലൊരിക്കുക. അങ്ങനെ അണ്ടർ 19 വേൾഡ് 19 വയസ്സിന് താഴെയുള്ളവരുടെ ലോകകപ്പ് ക്രിക്കറ്റ് അരങ്ങേറിയത് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക ആയിരുന്നു വേദി. അവിടെ ഫൈനലിൽ ഏറ്റുമുട്ടിയതാകട്ടെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ. ഇന്ത്യയും ഓസ്ട്രേലിയയും നമ്മൾ ഏറ്റുമുട്ടി. സ്വാഭാവികമായും ഇന്ത്യ അവിടെ പരാജയപ്പെടുന്നുണ്ട്, ഓസ്ട്രേലിയയാണ് വിജയിച്ചത്. ഓസ്ട്രേലിയയുടെ 4ാമത് കിരീടമാണത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ അണ്ടർ 19 ലോകകപ്പ് ചാമ്പ്യന്മാരായ ടീം ഏത്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ തവണ അണ്ടർ 19 ലോകകപ്പ് ചാമ്പ്യന്മാരായ ടീം ഇന്ത്യയാണ്. 5 തവണ ഇന്ത്യ ചാമ്പ്യന്മാരായി മാറിയിട്ടുണ്ട്. 5 തവണ ഇന്ത്യ ചാമ്പ്യന്മാരായി മാറി. ഇത്തവണ ഇന്ത്യൻ ടീമിനെ നയിച്ച ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് ഉദയ് സഹറാൻ എന്നാണ്. 2024 എന്ന അണ്ടർ 19 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റന്റെ പേര് ഉദയ് സഹറാൻ. സെറ്റാണ്. അങ്ങനെയെങ്കിൽ 2024 ജൂൺ മാസം നടന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെ? വെസ്റ്റ് ഇൻഡീസ് ആൻഡ് അമേരിക്ക. അപ്പൊ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും വെച്ചിട്ടാണ് 2024 T20 ലോകകപ്പ് ക്രിക്കറ്റ് അരങ്ങേറിയത്. അവിടെ നമുക്കറിയാം വിജയികളായി മാറിയത് ഇന്ത്യയാണ്. ഇന്ത്യയാണ്. ആരെ പരാജയപ്പെടുത്തിക്കൊണ്ട്? ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഇന്ത്യയും സൗത്ത് ആഫ്രിക്ക നമ്മൾ ഏറ്റുമുട്ടുന്നു. സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ 2ാം തവണ പുരുഷ T20 ലോകകപ്പ് ചാമ്പ്യനായി മാറുന്നു. ആദ്യ തവണ ചാമ്പ്യന്മാരായത് 2007 അന്ന് ക്യാപ്റ്റൻ MS ധോണി. അതിനുശേഷം ഇപ്പോ 2024 ഇപ്പോ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എന്ന കാര്യം ഓർത്തു വെക്കാം. അങ്ങനെയെങ്കിൽ ഇനി വരാനിരിക്കുന്ന, ഞാൻ പറഞ്ഞ 2 കൊല്ലത്തിലൊരുക്കിയാണ് പുരുഷ T20 വേൾഡ് കപ്പ് നടക്കുക. ഇനി വരാനിരിക്കുന്ന 2026 വരാനിരിക്കുന്ന പുരുഷ T20 ലോകകപ്പിന്റെ വേദി എവിടെ? ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അപ്പൊ 2026 വരാനിരിക്കുന്ന പുരുഷ T20 വേൾഡ് കപ്പിന്റെ വേദി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേടാം. 2027 പുരുഷ ഏകദിന ലോകകപ്പ്. നമുക്കറിയാം 2023 പുരുഷ മെൻസ് ODI വേൾഡ് കപ്പിന്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയായിരുന്നു വേദി. അവിടെ ഫൈനൽ ഏറ്റുമുട്ടിയത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഓസ്ട്രേലിയ വിജയിക്കുന്നു, ഇന്ത്യ പരാജയപ്പെടുന്നു. ഇനി അടുത്ത 4 കൊല്ലം കഴിഞ്ഞാണ് പുരുഷ ഏകദിന ലോകകപ്പ് നടക്കുക. ഇനി വരാനിരിക്കുന്ന 2027 വരാനിരിക്കുന്ന പുരുഷ ഏകദിന ലോകകപ്പിന്റെ വേദിയാണ് ചോദ്യം. എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക, നമീബിയ, സിംബാബ്വെ. 3 സ്ഥലങ്ങളിലായിട്ടാണ് സൗത്ത് ആഫ്രിക്ക, നമീബിയ, സിംബാബ്വെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ 2025 ഇപ്പം കഴിഞ്ഞ മാസം നടന്ന 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി, ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ വേദി, ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. ശരിക്കും പാകിസ്ഥാനാണ് വേദി. ശരിക്കും പാകിസ്ഥാനിൽ വെച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെട്ടത്. പക്ഷേ ആകെ പങ്കെടുത്ത 8 ടീമുകൾ ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ത്യ പറഞ്ഞു പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ICC ടൂർണമെന്റ്, ഈ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ മൂലം ഇന്ത്യയുടെ വേദി എവിടെ ആക്കി മാറ്റി? UAE. ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം കളിച്ചത് എവിടെയാണ്? ഇന്ത്യ ഒരു മത്സരം പോലും പാകിസ്ഥാനിൽ പോയി കളിച്ചില്ല. ഇന്ത്യ എല്ലാ മത്സരങ്ങളും കളിച്ചത് എവിടെയാണ്? UAE വെച്ചിട്ടാണ്. നമ്മുടെ മത്സരം സ്ഥിരം വേദി ദുബായിലായിരുന്നു നമ്മുടെ വേദി എന്ന് പറയുന്നത്. അപ്പോ 2026 സ്ഥിരം വേദി ഓപ്ഷനിൽ പാകിസ്ഥാൻ എന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പാകിസ്ഥാൻ എന്ന് തന്നെ അടിക്കണം. അപ്പൊ 2020 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി ഞാനിവിടെ പാകിസ്ഥാൻ ആൻഡ് UAE എന്ന് കൊടുക്കുകയാണ്. പക്ഷെ ഒഫീഷ്യൽ വെന്യൂ എവിടെ തന്നെയാ? പാകിസ്ഥാൻ തന്നെ. ഓപ്ഷനിൽ പാകിസ്ഥാൻ ആൻഡ് UAE എന്ന് കൊടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ആൻഡ് UAE എന്ന് അടിക്കുക. എന്നാൽ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ പാകിസ്ഥാൻ അങ്ങ് എന്ത് ചെയ്യുക? അടിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ 2020 ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി പാകിസ്ഥാൻ, ഒഫീഷ്യലി പാകിസ്ഥാനാണ്. എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള മത്സരങ്ങൾ മാത്രം എവിടെ വെച്ച് നടന്നു? ദുബായിൽ വെച്ച്, UAE വെച്ച് നടക്കുന്നു എന്ന കാര്യം ഓർത്തു വെക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കപ്പടിച്ചതാരാ? ഇന്ത്യയാണ് അല്ലേ. ഇന്ത്യ വേഴ്സസ് ഫൈനലില് ഇന്ത്യയും ന്യൂസിലാൻഡുമായിരുന്നു ഫൈനൽ ഏറ്റുമുട്ടിയത്. ഇന്ത്യ കപ്പടിക്കുന്നു, ന്യൂസിലാൻഡ് പരാജയപ്പെടുന്നു. ന്യൂസിലാൻഡ് പരാജയപ്പെടുന്ന കാര്യം ഓർക്കുക. ഇന്ത്യ ഇത് മൂന്നാം തവണയാണ്
ഇന്ത്യ ഇത് 3-ാം തവണയാണ് ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായി മാറുന്നത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് വരാം. ഏഷ്യൻ ഗെയിംസ്, വളരെ പ്രധാനപ്പെട്ട ഏഷ്യൻ ഗെയിംസ് 2023 ഏറ്റവും ഒടുവിലായിട്ട് നടന്നത്. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാങ്ഷു, ചൈനയിലെ ഹാങ്ഷുവിൽ വെച്ചിട്ടാണ് 2023 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന 4 കൊല്ലം കഴിഞ്ഞ് 2026 അടുത്ത കൊല്ലം 2026 വരാനിരിക്കുന്ന 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനാണ്. ജപ്പാനിൽ വെച്ച് നടക്കുക. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് 2030 വരാനിരിക്കുന്ന 21ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഖത്തർ. അപ്പോൾ 2023 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാങ്ഷു, ചൈന. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. 2030 21ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഖത്തർ. അങ്ങനെയെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏറ്റവും ഒടുവിലായിട്ട് നടന്നത് 2022 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബർമിംഗ്ഹാം, ഇംഗ്ലണ്ട്. ഇനി 4 കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന അടുത്ത കൊല്ലമാണ് നടക്കാനിരിക്കുന്നത്. വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ. ഓക്കെ, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയാണ് 2026 വേദി എന്ന കാര്യം ഓർത്തു വെക്കാം. ദെൻ ഒളിമ്പിക്സ്, ഇക്കഴിഞ്ഞ ഒളിമ്പിക്സ് 2024 ഏറ്റവും ഒടുവിലായിട്ട് ഒളിമ്പിക്സ് നടന്നത്. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ്, ഫ്രാൻസ്. ഇനി വരാനിരിക്കുന്ന 2028 4 കൊല്ലം കഴിഞ്ഞ് 2028 വരാനിരിക്കുന്ന ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ്, അമേരിക്ക. ദെൻ അത് കഴിഞ്ഞ് 2032 വേദി അനൗൺസ് ചെയ്തു. 2032 ഒളിമ്പിക്സിന്റെ വേദി ബ്രിസ്ബൈൻ, ഓസ്ട്രേലിയ. അങ്ങനെയെങ്കിൽ പുരുഷ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി ഏറ്റവും ഒടുവിലായിട്ട് നടന്നത് 2022 2022 വേദി ഖത്തറാണ്. 2022 വേദി ഖത്തറാണ്. 2026 വേദി അമേരിക്ക, മെക്സിക്കോ, കാനഡ. 3 സ്ഥലങ്ങളാണ് വെച്ച് നടക്കുന്നു. അമേരിക്ക, മെക്സിക്കോ, കാനഡ. അടുത്ത നമ്മൾ പറയേണ്ടത് യൂറോ കപ്പ് ഫുട്ബോൾ അല്ലേ? യൂറോ കപ്പ് ഫുട്ബോൾ 2024 നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള നടക്കുന്ന ഗെയിംസ് ആണ് യൂറോ കപ്പ് ഫുട്ബോൾ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ 2024 ഇക്കഴിഞ്ഞ യൂറോ കപ്പിന്റെ വേദി ജർമ്മനി ആയിരുന്നു. അവിടെ കപ്പടിച്ചത് ആരായിരുന്നു? വിജയികൾ സ്പെയിൻ ആയിരുന്നു. ചാമ്പ്യന്മാരായി മാറിയത് സ്പെയിൻ ആയിരുന്നു. എന്നാൽ ഇനി വരാനിരിക്കുന്ന 4 കൊല്ലം കഴിഞ്ഞ് 2028 വരാനിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി ഇംഗ്ലണ്ട്. 4 സ്ഥലങ്ങൾ വെച്ച് നടക്കുന്നത്. ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്. അപ്പൊ ഇംഗ്ലണ്ട്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് ഈ 4 സ്ഥലങ്ങൾ വെച്ചിട്ടാണ് 2028 വരാനിരിക്കുന്ന യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി എന്ന് പറയുന്നത്. യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദി. അങ്ങനെയെങ്കിൽ കോപ്പ അമേരിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ് നമ്മൾ കോപ്പ അമേരിക്ക എന്ന് വിളിക്കുക അല്ലെ? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഫുട്ബോൾ ടൂർണമെന്റിനെയാണ് കോപ്പ അമേരിക്ക വിളിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ഒന്നാണ് ഈ പറയുന്ന കോപ്പ അമേരിക്ക. കോപ്പ അമേരിക്ക 2024 വേദി ഏറ്റവും ഒടുവിലായിട്ട് നടന്നത് 2024 2024 കോപ്പ അമേരിക്കയുടെ വേദി അമേരിക്ക തന്നെയാണ്. അവിടെ വിജയികളായി മാറിയത് അർജന്റീനയാണെന്ന കാര്യം ഓർക്കുക. അടുത്ത കോപ്പ അമേരിക്കയുടെ വേദി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ 2024 ഏറ്റവും ഒടുവിലായിട്ട് നടന്നത്. വേദിയായത് അമേരിക്ക, വിജയികളായത് അർജന്റീന. അങ്ങനെയെങ്കിൽ ബ്രിക്സ് ഉച്ചകോടി കേൾക്കണടാ. ബ്രിക്സ് ഉച്ചകോടി 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടി. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു. ഇനി ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിൽ വെച്ചിട്ടാണ്. ഇനി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലാണ്. അപ്പോ 23, 24, 25 സൗത്ത് ആഫ്രിക്ക, റഷ്യ, ബ്രസീൽ. സൗത്ത് ആഫ്രിക്ക, റഷ്യ, ബ്രസീൽ എന്ന് ഓർക്കാം. സൗത്ത് ആഫ്രിക്ക, റഷ്യ, ബ്രസീൽ 15, 16, 17. ദെൻ ആസിയാൻ ഉച്ചകോടി. എന്താണ് ആസിയാൻ? അസോസിയേഷൻ ഓഫ് ആസിയാൻ ഉച്ചകോടി എന്ന് പറയുന്നത്. ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ ആസിയാൻ എന്ന് വിളിക്കുക. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. ഇന്ത്യ ഒരു ആസിയാൻ അംഗമാണോ? അല്ല കേട്ടോ. ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ആസിയാൻ. ഇന്ത്യ ഒരു ആസിയാൻ അംഗമല്ല. പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, വേദി ഓർത്ത് വെച്ചേക്കുക. ആസിയാൻ ഉച്ചകോടി 2023 ആസിയാൻ ഉച്ചകോടി വേദി ഇന്തോനേഷ്യ. 2024 ആസിയാന്റെ വേദി ലാവോസ് ആണ്. അപ്പോ 2023 ആസിയാൻ ഉച്ചകോടി വേദി ഇന്തോനേഷ്യ, 2024 വേദി ലാവോസ്. G20 വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം 2023 G20 വേദി ഇന്ത്യ ആയിരുന്നു അല്ലെ? 2023 G20 വേദി ഇന്ത്യ ആയിരുന്നു. ഇനി 2024 G20 നടന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്.
ഇനി ഇക്കൊല്ലം വരാനിരിക്കുന്ന G20 വേദി ദക്ഷിണാഫ്രിക്ക. അപ്പോ 2023 വേദി ഇന്ത്യ, 2024 ബ്രസീലാണ്, 2025 ദക്ഷിണാഫ്രിക്കയാണ്. അങ്ങനെയെങ്കിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി, ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ചോദിച്ചാൽ പറഞ്ഞു എവിടെയാണ്? ദാവോസ്, സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി. അങ്ങനെയെങ്കിൽ പ്രഥമ AI ഉച്ചകോടി ആദ്യമായിട്ട് 2023 നടന്ന പ്രഥമ AI ഉച്ചകോടി വേദി ബ്ലച്ച്ലി പാർക്ക് യുകെയിലെ ബ്ലച്ച്ലി പാർക്കിൽ വെച്ചിട്ടാണ് 2023 പ്രഥമ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി അരങ്ങേറിയത്. അങ്ങനെയെങ്കിൽ 2025 ഇത്തവണ രണ്ടാം തവണ AI ഉച്ചകോടി, ആഗോള AI ഉച്ചകോടി വേദി കഴിഞ്ഞ ജനുവരി മാസം നടക്കുന്നു, പാരീസ്, ഫ്രാൻസ്. അപ്പൊ 2025 AI ഉച്ചകോടി വേദി പാരീസ്, ഫ്രാൻസ്. 2025 AI ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞ എവിടെയാണ്? പാരീസ്, ഫ്രാൻസ്. അടുത്ത് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് ആണ് കാലാവസ്ഥാ ഉച്ചകോടി. നോക്കണേ, കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP എന്ന് പറയാം, COP. അപ്പോ കാലാവസ്ഥ ഉച്ചകോടി 2023 കാലാവസ്ഥ ഉച്ചകോടി COP 28 തന്നെ പഠിക്കുക, COP 28 എന്ന് തന്നെ പഠിക്കുക. 2023 കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP 28 വേദി UAE, 2024 COP 29 കാലാവസ്ഥ ഉച്ചകോടി COP 29 വേദി അസർബൈജാൻ, 2025 COP 30 കാലാവസ്ഥ ഉച്ചകോടി COP 30 വേദി ബ്രസീൽ. അപ്പൊ COP 28 UAE, COP 29 അസർബൈജാൻ, COP 30 ബ്രസീൽ എന്ന കാര്യം ഓർക്കുക. 2020 ഇത്തവണ നടക്കാനിരിക്കുന്നത് COP 30 വേദി ബ്രസീൽ ആണെന്ന കാര്യം ഓർത്തു വെക്കാം. ദെൻ ലോക പരിസ്ഥിതി ദിനം, രണ്ട് പ്രധാനപ്പെട്ട ദിനങ്ങളും അതിന്റെ വേദികളും സ്ഥിരം സാന്നിധ്യമാണ്. കഴിഞ്ഞ ട്രിവാൻഡ്രം LD ചോദിച്ച ചോദ്യമാണിത്. ലോക പരിസ്ഥിതി ദിനം നമുക്കറിയാം, ലോക പരിസ്ഥിതി ദിനം അഥവാ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ജൂൺ മാസം 5-ാം തീയതിയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെ? സൗദി അറേബ്യ. ചോദിച്ചതാണ് ട്രിവാൻഡ്രം LD ചോദ്യമാണ്. അപ്പൊ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി സൗദി അറേബ്യ. എന്നാൽ 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി ഐവറി കോസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ യോഗ ഡേ, അന്താരാഷ്ട്ര യോഗാ ദിനം അല്ലെ, അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ജൂൺ 21 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി ശ്രീനഗർ ആണ്. 2023 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി ഒന്ന് മധ്യപ്രദേശിലെ ജബൽപൂരും അതുപോലെ തന്നെ ന്യൂയോർക്കിലെ UN ആസ്ഥാനമാണെന്ന കാര്യം ഓർക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേദികൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിസ്കസ് ചെയ്തുള്ളൂ. എല്ലാവർക്കും കൃത്യമായി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടുമ്പോഴേക്കും താങ്ക് യു വെരി മച്ച്.